ലൈഫിലെ എല്ലാ സെറ്റ് ബാക്സും ഒരു പ്രോപ്പർ തിരിച്ചുവരവിൻ്റെ ഒരു മുന്നോടി മാത്രമാണ്. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സന്തോസ്കോപ്പ്. സോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സീരീസ് മാഡ് ഡിസയർ അത് എന്തുകൊണ്ട് ബ്രേക്ക് ആയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. വേറെ ഒന്നുമല്ല, എപ്പോഴും ഉള്ള പോലെ എക്സാംസ് വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വർക്കൗട്ട് ബ്രേക്കായി. കാരണം ഞാൻ പറഞ്ഞു, വർക്കൗട്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹമെങ്കിലും സിൻസ് ഐ എം എ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു കാര്യം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അത് വർക്കൗട്ടായി മാറി. സോ അതിനുശേഷം നമ്മൾ കോളേജിൽ കുറേ ഫങ്ഷൻസ് ഉണ്ടായി. സോ അത് എൻജോയ് ചെയ്ത് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. മീൻ വൈൽ ഞാൻ മാക്സിമം ഷോർട്സ് ആൻഡ് ലെന്തി വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ആൻഡ് ദ വൺ തിങ് ഐ വാസ് നോട്ട് റീസ്റ്റാർട്ടിങ് വാസ് ദിസ് സീരീസ്. സോ ഈ ടൈമിൽ ഇത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഐ ആം ഒഫീഷ്യലി ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ബോഡി ബിൽഡിംഗ് ഷോ. ആൻഡ് അത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനാണ്. സോ ഒരിക്കൽ ഞാൻ ഒരു നാച്ചുറൽ കോമ്പറ്റീഷന് പോയി, അതിൻ്റെ ട്രോമ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കാം ഇതും. നാച്ചുറൽ എന്ന് പറയുന്നത് വെറും 99% ഒരു ബിസിനസ് ആയിരിക്കാം. കാരണം അവിടെ പോകുമ്പോഴേ നമുക്ക് എന്താ റിയാലിറ്റി എന്ന് അറിയാൻ പറ്റൂ. ബട്ട് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എന്നോട് തന്നെ പറയും, ലിൻഡോ നിനക്ക് തേർഡ് ഇയറിൽ ഇത്ര ടൈം കിട്ടിയിട്ടും നീ എന്തുകൊണ്ട് ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്തില്ല. സോ ഐ എം ഒഫീഷ്യലി ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. അത് ഈ കോമ്പറ്റീഷൻ ജെനുവൻ ആണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ പൊളിറ്റിക്സ് വളരെയധികം ഹൈ ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ലൈഫിൽ പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ടൈം വളരെയധികം കുറവാണ്. കാരണം അത്ര വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് ലൈഫിൽ ചൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആൻഡ് ആസ് മോസ്റ്റ് ഓഫ് യു ഗൈസ് നോ, ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക. സോ എനിക്ക് വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യാനേ പറ്റുന്നില്ല. സോ ഐ എം ഒഫീഷ്യലി ഗോയിങ് ടു ഡു വർക്കൗട്ട് ആഫ്റ്റർ ജിം. സോ ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ മാക്സിമം ഞാൻ എൻ്റെ വർക്കൗട്ട് വ്ളോഗ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ നോക്കും. അറ്റ് ദ സെയിം ടൈം വീക്ക്ലി ഒരു 2 ഷോർട്സ് അല്ലെങ്കിൽ ഒരു 2 റീൽസ് ഇട്ട് എൻ്റെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രസിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ ഈ ഒരു ടൈം ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, എൻ്റെ വർക്കൗട്ട്, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ത്രൂ ഔട്ട് ഇനി അപ്കമിങ് വീഡിയോസിൽ പറയുന്നതാണ്. സോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും സ്നേഹിച്ചവർക്കും ഹെയ്റ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം എന്തൊക്കെ വന്നാലും ഈ ഒരു പ്രാന്ത് ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് ദിസ് ഈസ് നത്തിങ് ബട്ട് പ്യുവർ മാഡ് ഡിസയർ.